സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ രണ്ട് രീതിയിലുണ്ടല്ലോ. ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഡേറ്റ് വാങ്ങിയിട്ട് സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളത്. പക്ഷേ എനിക്കെപ്പോഴും എനിക്കുള്ളൊരു ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഡേറ്റ് വാങ്ങിയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയാൽ ആ സ്ക്രിപ്റ്റ് ശരിയായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ എഴുതുന്നത്. അപ്പം എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് ഞാൻ വിചാരിച്ചു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്കതെങ്ങനെയായിരിക്കാം എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഇത് ഈ രീതിയിലാണ് എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അതിന് വേണ്ടുന്ന കറക്ഷൻസ് മറ്റ് ചർച്ചകളെല്ലാം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് തിരിച്ചങ്ങനെ ചെയ്യാനായിട്ട്. നമ്മളൊരു ആദ്യത്തെ സിനിമ എന്നുള്ള സമയത്ത് നമുക്ക് പലപ്പോഴും അത് എങ്ങനെയാവും, ശരിയാവോ, എഴുതി ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളപ്പോൾ അവരുടെ അടുത്ത് എന്ത് പറയും, അങ്ങനെയുള്ള കുറേ സന്ദേഹങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ തിരിച്ചാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ തീരെ ഇല്ലാത്തൊരു കാര്യമാണ് പേടി എന്ന് പറയുന്നത്. വീട്ടുകാരൊക്കെ എപ്പോഴും ചീത്ത പറയുന്നത് അല്പം നിനക്ക് പേടി ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളത്. അപ്പോൾ പേടി എന്നൊരു സാധനം ഇതിൽ മാത്രമല്ല ഒരു കാര്യത്തിലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പേടി എന്നൊരു സാധനം ഇപ്പം ഞാനത് പറഞ്ഞാൽ തന്നെയും അയ്യോ എനിക്ക് പേടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നേരിട്ട് പരിചയമുള്ളവർ വല്ലാതെ ചിരിക്കും. ബേസിക്കായിട്ട് ഒരു ഇന്ത്യൻ രീതി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഇതിലാണ് നമ്മൾ സ്ത്രീകൾ കുറവാണെന്നൊക്കെ പറയേണ്ടത്. കേരളത്തിലും ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഒരു രീതി വെച്ച് നോക്കുമ്പം നമ്മളൊരു സ്ത്രീയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? രാവിലെ പോയിട്ട് അതായത് കഴിയുമെങ്കിൽ വീട്ടിലെ ജോലികൾ മാത്രം എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കുക. പോവുകയാണെങ്കിൽ തന്നെ രാവിലെ പോവുക, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരിക. ഇതാണ് നോർമൽ ഘട്ടങ്ങളിൽ മാതാപിതാക്കളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും സാധാരണഗതിയിൽ നമുക്കറിയാം ഈ സമൂഹത്തിൽ സ്ത്രീകളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൽപ്പെടാത്ത എല്ലാ ജോലികളിലേക്കും സ്ത്രീകൾ പോകുമ്പം ന്യായമായും അതിലൊരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ആ പ്രശ്നം ചിലപ്പോൾ ഇല്ലാതായി പോകുന്നത് അത് കൊണ്ടുവരുന്ന റെമ്യൂണറേഷനെ പറ്റിയിട്ടാണ്. ഒരു വലിയ പൈസ കിട്ടുന്ന ജോലിയാകുമ്പം, കാരണം നമുക്കിപ്പോൾ അറിയാം IT മേഖലയിലെ സ്ത്രീകൾ ചെന്നപ്പോഴത്തേനും മറ്റു സ്ഥലത്ത് ചെല്ലുന്നത് പോലെ അത്രയ്ക്കധികം ഒരു പ്രതിരോധം സമൂഹത്തിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഭയങ്കര പ്രോത്സാഹനമാണ്. അത് കൊണ്ടുവരുന്ന സാലറി അത് അത്രയും വലിയൊരു സാലറി ആകുമ്പം നമുക്കത് സഹായം ചെയ്തു കൊടുക്കാനേ തോന്നുള്ളൂ. സിനിമയുടെ പിന്നണി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറേ നാളുള്ള കഷ്ടപ്പാടും വളരെ ചെറിയ നിലയിലുള്ള റെമ്യൂണറേറ്റീവ് സാധനങ്ങളും ഒക്കെ ആകുമ്പോഴത്തേനും അത്രയും കാലം പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് അതൊരു വല്ലാത്ത സ്ട്രഗിൾ തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു തരത്തിലും ഇപ്പം നിങ്ങളൊരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചു, വളരെ ഒരു പേര് മാത്രമായിട്ട് ഒതുങ്ങുമല്ലോ, നിങ്ങൾക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ റെമ്യൂണറേഷനും അത് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ മലയാള സിനിമയിലൊക്കെ വെച്ചിട്ട് നമുക്ക് കഷ്ടിച്ച് ജീവിച്ചു പോകാൻ തന്നെ പാടായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പലപ്പോഴും ചോദിക്കുന്നത് നീ ഇത്രയും കഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ മറികടന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ നിന്ന് പോകാനുള്ള ആ സാഹചര്യം പലപ്പോഴും സാഹചര്യം അനുകൂലമാവാത്തത് കൊണ്ടാണ്. അല്ലാതെ ഈ ജോലി അങ്ങനെ സ്ത്രീകൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതോ അങ്ങനെ ഇപ്പോൾ ഏത് ടെക്നിക്കൽ ജോബും ഏത് സാധനവും എല്ലാവരും പഠിച്ച് ചെയ്യുന്ന ഒരു കാലമാണിത്. സാമൂഹിക സാഹചര്യങ്ങൾ അനുകൂലമാവാത്തതാണ് പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല ലോകത്തിലെല്ലാവരും അഭിനയത്തിനൊരു വല്ലാത്ത ഇപ്പം നിങ്ങളുടെ മുഖം നിങ്ങൾ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പലർക്കും വളരെ വലുതാണ്. അതിന് സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു ഇതൊന്നുമില്ല. ആണുങ്ങളും വരുന്നവരിപ്പോൾ പലരും നമ്മൾ കാണുന്നു അവർ അഭിനയിക്കാനായിട്ട് ആദ്യം വന്നു പിന്നെ ടെക്നിക്കൽ ഫീൽഡിലേക്ക് മാറി എന്ന് പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പോലും വരുന്ന ആദ്യഘട്ടങ്ങളിൽ എൻ്റെ അടുത്ത് പലരും അഭിനയിച്ചൂടെ അവിടെ നിൽക്കുമ്പോഴൊക്കെ മെയിൻ റോളൊന്നും അല്ലെങ്കിൽ പോലും അഭിനയിച്ചൂടെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനുള്ളൊരു ടാലൻറ്റ്, അഭിനയിക്കാനുള്ളൊരു ടാലൻറ്റ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ശരി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വരുമ്പം ആദ്യം നമ്മളെ അഭിനയം എന്നുള്ള സ്ലോട്ടിലേക്കാണ് ആൾക്കാർ പരിഗണിക്കുന്നത്, സ്ത്രീകളായതുകൊണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല നമുക്ക് ടെക്നിക്കൽ ഫീൽഡിലാണ് ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് വരികയാണെങ്കിൽ നമ്മളതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ കാണുന്ന റോൾ മോഡൽസിനെ, ഇപ്പം സ്ത്രീകളെന്നല്ല പുരുഷന്മാരും റോൾ മോഡൽസിനെ അനുകരിക്കാനാണ് എപ്പോഴും നമുക്ക് താല്പര്യം. അപ്പോൾ എല്ലാവരും കാണുന്നത് എന്താ? സ്ത്രീകൾ വരുന്നു, നടിമാരാവുന്നു. അവർ ഇങ്ങനെയുള്ള റോൾ മോഡൽസ് ഇപ്പോൾ വളരെ കുറച്ച് കാലമായിട്ട് കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ചെറുപ്പത്തിലുള്ള താല്പര്യങ്ങൾ മുഴുവൻ ഒരു റോൾ മോഡലിനെ കണ്ട് അവരെന്ത് ചെയ്യുന്നു അവരെന്ത് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ നോക്കിയിട്ടാണല്ലോ. അപ്പം ഇനി അങ്ങോട്ട് ഇത്തരം കുറേ സ്ത്രീകൾ, അതായത് ഹിന്ദിയിൽ ഒരുപാട് സ്ത്രീകൾ വരുന്നു. ഇപ്പം ഞാനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇവിടെ ആരും സ്ത്രീകളില്ലല്ലോ, പിന്നെ എങ്ങനെ അപ്പോൾ ഇപ്പം ഒരു കുട്ടി ഫേസ്ബുക്കിലൊരു പോസ്റ്റ്, ഞാൻ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത്
ഇപ്പം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇട്ടൊരു പോസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു 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 ഐ ഓപ്പണറായിരുന്നു. കാരണം ആ കുട്ടിയുടെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും ഇല്ലല്ലോ സിനിമയിലെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് വരുമ്പോൾ എപ്പോഴും അണിയറ പ്രവർത്തകരുടെ ഇടയിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടപ്പം ആണ് അയ്യോ ഞാൻ അങ്ങനെ ഒക്കെ ഉണ്ടോ, അയ്യോ അത് ശരിയാണല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ കാണുന്ന ഗ്ലാമർ അങ്ങനെയുള്ളത് ഒക്കെ റോൾ മോഡൽസ് കൂടുതലായിട്ടും പിന്നെ അഭിനയിക്കാൻ ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിനയിക്കണം, അതിൽ തർക്കമൊന്നുമില്ല. ഓരോരുത്തർക്ക് എന്താണോ ടാലൻ്റ് അത് അവിടെയാണ് ചെയ്യേണ്ടത്. അതിപ്പം അഭിനയിക്കാൻ ടാലൻ്റ് ഉള്ള ഒരാൾ ടെക്നിക്കൽ ഫീൽഡിൽ ടാലൻ്റ് കഴിവുള്ളവർ അവിടെ നിന്നിട്ടും കാര്യമില്ല. അത് അവരവരുടെ ടാലൻ്റ് അനുസരിച്ച് അവരവരുടെ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, ഇപ്പം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെല്ലാവരും ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓഫീസ് ജോലിക്ക് രാവിലെ പോയി വൈകുന്നേരം വരുന്ന രീതിയിൽ മക്കളെ വിടുന്നതിനെ പറ്റിയില്ല. സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഓഫീസും ഒന്നുമില്ല. നിങ്ങൾ എവിടെ ഇപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഇന്നൊരു ഹോട്ടലിൽ ഇന്ന സ്ഥലത്ത് ഇവിടെ ഇരുന്ന് മീറ്റ് ചെയ്യാം, അപ്പം ശരി. അപ്പോൾ അന്ന് രാവിലെ ആ കുട്ടി പോകേണ്ടത് ആ ഒരു ഹോട്ടലിൽ ആ ഒരു സ്ഥലത്ത് ആ ഒരു രീതിയിലാണ്. മാതാപിതാക്കന്മാർ ഇപ്പം എൻ്റെ അമ്മ ആദ്യത്തെ സിനിമയുടെ സമയത്ത് ഞാൻ ഹോട്ടലിലാണ് നമ്മൾ അക്കോമഡേഷൻ തന്ന എല്ലാ കാര്യവും. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മയുടെ അടുത്ത് നമ്മുടെ വീട്ടിലാരോ പറഞ്ഞു അതൊരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണ്, അവിടെയാണ് ഇവർക്ക് അക്കോമഡേഷൻ കൊടുത്തത്. അങ്ങനെ എല്ലാവരും താമസിച്ചിരുന്ന സ്ഥലം. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ അത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അത്രയും ദിവസം ഒരു 40 ദിവസം താമസിക്കുക. അപ്പം അമ്മ ചോദിച്ചു നിനക്ക് കംഫർട്ടബിൾ ആയിരുന്നല്ലോ അല്ലേ എന്നൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് മാതാപിതാക്കൾ ഇപ്പോഴും അന്നും ഇന്നും ഭയങ്കര കൺസേൺഡ് ആണ്. അപ്പം ഒരു സിനിമയിലേക്ക് വരുമ്പോൾ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സ്ത്രീകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് കൃത്യമായൊരു ഓഫീസില്ല. ഓഫീസ് ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ജോലി എപ്പോഴും ചെയ്യേണ്ടത് അവിടെയല്ല. പിന്നെ ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ഈ സിനിമയിൽ അഭിനയിക്കണം. അപ്പോൾ അവർ ചിലപ്പം വരുന്നത് രാത്രി, അവരുടെ ജോലി കഴിഞ്ഞ് വരുന്നത് രാത്രി 9 മണിക്കായിരിക്കാം. അപ്പോൾ നിങ്ങൾ അവരെ ചെന്ന് കാണേണ്ടത് രാത്രി 10 മണിക്കോ 11 മണിക്കോ ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് അവർക്ക് അപ്പോഴേ തരാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെന്ന് കാണേണ്ടത് അപ്പോഴാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ മറ്റ് ജോലികളിൽ നിന്നും ഇതിന് ഒരു വ്യത്യാസമുണ്ട്, ഇതിൻ്റെ രീതികൾക്ക്. അപ്പം ഇത് കുറേയും കൂടെ എന്താ പറയുക, ഒഫീഷ്യൽ അല്ലാത്ത രീതിയിലുള്ളതും ഒഫീഷ്യലായ രീതിയിലുള്ളതും പലതരം സാധനങ്ങൾ. ഇപ്പം നമ്മൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയാണോ സീൻ എഴുതുന്നത് അത് അവിടെ പോയി ചെയ്യേണ്ട സാധനമാണ്. അപ്പം ഇത്തരം കുറേ കാര്യങ്ങൾ വരുമ്പം അത് പ്രാക്ടിക്കലി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് സ്ത്രീകൾ പഠിച്ചു വരാനും അതെങ്ങനെയാണ് വീട്ടുകാരും അല്ലെങ്കിൽ മറ്റുള്ളവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാധനത്തിന് കുറേ സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതൊരു കരിയറായിട്ട് ഒരാൾ ചൂസ് ചെയ്യുമ്പോൾ.